ജെ ജനീഷിനെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനാക്കിയതിൽ ഐ ഗ്രൂപ്പിന് കടുത്ത എതിർപ്പ്. അപമാനിച്ചു എന്ന വികാരത്തിലാണ് അബിൻ വർക്കിയും ഐ ഗ്രൂപ്പും. കെ.സി. വേണുഗോപാലിനൊപ്പം നിൽക്കുന്നവർക്ക് അമിത പ്രാധാന്യം ലഭിക്കുന്നുവെന്നാണ് ഐ ഗ്രൂപ്പിന്റെ ആരോപണം. അബിൻ വർക്കി അല്പസമയത്തിനകം മാധ്യമങ്ങളെ കാണും. കോൺഗ്രസിൽ അസ്വാരസ്യമില്ലെന്നും അബിൻ വർക്കിയുമായി സംസാരിച്ചുവെന്നും ജെ ജനീഷ് മീഡിയ വണ്ണോട് പറഞ്ഞു. അല്ല, അങ്ങനെ ഒരു അസ്വാരസ്യമുള്ളതായിട്ട് എനിക്കിങ്ങനെ ഫീൽ ചെയ്തില്ല. വളരെ സ്നേഹത്തോടെ തന്നെ എല്ലാ സംസ്ഥാന ഭാരവാഹികളായിട്ടും ഇന്നലെയും വളരെ കിട്ടിയ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ സംസാരിച്ചു. എന്നോടൊപ്പം പ്രഖ്യാപിക്കപ്പെട്ട ഭാരവാഹികളുമായിട്ടും ഞാൻ ഫോണിൽ സംസാരിക്കേണ്ടായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്തു. ഇത് പാർട്ടി എടുത്ത ഒരു തീരുമാനമാണ്. ഞങ്ങൾ സംസാരിച്ചിരുന്നു. ഞാൻ അങ്ങോട്ട് വിളിച്ചിരുന്നു, നമ്മൾ സംസാരിച്ചാണ്. ഇത് പാർട്ടി എടുത്തൊരു തീരുമാനമാണ്. ഒരു പാർട്ടി പ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഞാനായാലും മറ്റാരായാലും പാർട്ടിയുടെ തീരുമാനത്തിനോടൊപ്പം പോവുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഒരു സംഘടനാ ജീവിതത്തിലെ ഒരു രീതി എന്ന് പറയുന്നത്. അപ്പോൾ അത് പാർട്ടി എടുത്ത തീരുമാനം, ആ തീരുമാനത്തെ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഞങ്ങളെല്ലാവരും പൊതുവിൽ സ്വീകരിക്കാറുള്ളത്. അതിൽ വലിയ മാറ്റം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. സലാം മുഹമ്മദ് കോഴിക്കോട്ട് നിന്നും KR സാജു തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ആദ്യം സലാമിലേക്ക്. സലാം, എപ്പോഴാണ് അബിൻ വർക്കിയുടെ വാർത്താ സമ്മേളനം? അബിൻ എന്താണ് പറയാൻ പോകുന്നത്? ഈ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് പറയുമ്പോഴും എന്താണ് അബിൻ വർക്കി ഇന്ന് 10 മണിയോടുകൂടി മാധ്യമങ്ങളെ കാണാനെടുത്ത തീരുമാനത്തിന് പിന്നിൽ എന്നുള്ളതാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഗസ്റ്റ് ഹൗസിൽ അബിൻ വർക്കിയുടെ പത്രസമ്മേളനം ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെ പേരാമ്പ്ര സംഘർഷവുമായി ബന്ധപ്പെട്ട് ആ പ്രദേശം സന്ദർശിക്കുന്നതിന് വേണ്ടിയാണ് അബിൻ വർക്കി കോഴിക്കോട് എത്തിയത്. അതിനു പിന്നാലെയാണ് ഈ സംഘടന പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തുള്ള അറിയിപ്പ് വരുന്നത്. അതിനു പിന്നാലെ ഇന്ന് 10 മണിയോടുകൂടിയാണ് പത്രസമ്മേളനം വിളിച്ചിരിക്കുന്നത്. ഏതായാലും ഈ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഐ ഗ്രൂപ്പിനുള്ളിൽ കടുത്ത അതൃപ്തിയുണ്ടെന്ന സൂചനകൾ ഇന്നലെ പുറത്തു വന്നിരുന്നു. പ്രധാനമായും സംഘടനാ തെരഞ്ഞെടുപ്പിൽ രണ്ടാമതെത്തിയ അബിൻ വർക്കി പ്രസിഡന്റ് ആകുമെന്നായിരുന്നു ഐ ഗ്രൂപ്പ് പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ അതുണ്ടായില്ല. പകരം 2 വർഷം മുമ്പ് തനിക്ക് നീട്ടിയ അല്ലെങ്കിൽ താൻ നിരസിച്ച ഒരു ദേശീയ സെക്രട്ടറി സ്ഥാനമാണ് ലഭിച്ചത്. ഇത് അബിൻ വർക്കിയെ അപമാനിക്കുന്നതിന് തുല്യമാണെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇന്നലെ പുറത്തു വന്നിരുന്നത്. അതിന് പിന്നാലെയാണ് ഇന്ന് 10 മണിയോടുകൂടി മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ചിട്ടുള്ളത്. ഏതായാലും ഇതിൽ അതൃപ്തിയുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ അല്പസമയത്തിനുള്ളിൽ ഈ അബിൻ വർക്കി മാധ്യമങ്ങളെ കണ്ടതിനു ശേഷം, പത്രസമ്മേളനം ആരംഭിച്ചതിനു ശേഷം മാത്രമേ ഇതിലൊരു കൃത്യത ഉണ്ടാകൂ. ഏതായാലും അല്പസമയത്തിനുള്ളിൽ ഈ പത്രസമ്മേളനം ആരംഭിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പ്രധാനമായും ഈ ഐ ഗ്രൂപ്പ് വിലയിരുത്തുന്നത്, ഒന്ന്, ഈ സംഘടനാ തെരഞ്ഞെടുപ്പിൽ രണ്ടാമതെത്തിയ അബിൻ വർക്കിയെ പ്രസിഡന്റ് ആക്കിയില്ല. പകരം ഈ സംഘടനാ തെരഞ്ഞെടുപ്പിൽ കുറഞ്ഞ വോട്ടുകൾ മാത്രം നേടിയ ജെ ജനീഷിനെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിയമിക്കുന്നു. അതോടൊപ്പം തന്നെ സംഘടനാ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാത്ത ബിനി ചുള്ളിയിൽ എന്ന് പറയുന്ന കെ.സി. വേണുഗോപാൽ പക്ഷക്കാരനായിട്ടുള്ള ആളെ വർക്കിംഗ് പ്രസിഡന്റ് ആക്കിയിരിക്കുന്നു. വർക്കിംഗ് പ്രസിഡന്റ് എന്നത് നേരത്തെ യൂത്ത് കോൺഗ്രസിൽ ഇല്ലാത്തതായിരുന്നു. ആ ഒരു സംവിധാനം പിന്നാലെ കൊണ്ടുവരുന്നത് അത് കെ.സി. പക്ഷത്തെ സംരക്ഷിക്കുന്നതിനാണ്. അല്ലെങ്കിൽ സംഘടനാ സംവിധാനങ്ങളൊക്കെ തന്നെ കെ.സി. വേണുഗോപാൽ പിടിച്ചടക്കുന്നു. ആ തരത്തിലുള്ള അതൃപ്തികളാണ് ഇപ്പോൾ ഐ ഗ്രൂപ്പിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് സംബന്ധിച്ച് അബിൻ വർക്കിക്ക് അസ്വാരസ്യമില്ലെന്ന് യൂത്ത് കോൺഗ്രസിന്റെ നിലവിലെ പ്രസിഡന്റ് പറയുമ്പോഴും എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എന്തിനാണ് ഈ പത്രസമ്മേളനം വിളിച്ചത് എന്നുള്ളത് തന്നെയാണ് നോക്കിക്കാണേണ്ടത്. അല്പസമയത്തിനുള്ളിൽ അബിൻ വർക്കി മാധ്യമങ്ങളെ കണ്ട് താൻ എന്തിനാണ് പത്രസമ്മേളനം വിളിച്ചത്, അല്ലെങ്കിൽ സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ സംഘടന പുതിയ പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള അതൃപ്തി ഉണ്ടോ എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ ഒരു വിശദീകരണം നൽകുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അജിംസ്. ശരി സലാം. KR സാജു കൂടി ചേരുന്നു തിരുവനന്തപുരത്ത്. സാജു, ഇന്നലെ അബിൻ വർക്കിയിട്ട് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്, നാളെ 10 മണിക്ക് മാധ്യമങ്ങൾ കാണും. സാധാരണ PV അൻവറാണ് ഇങ്ങനെ നാളെ മാധ്യമങ്ങളെ കാണുമെന്നൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാറുള്ളൂ. അബിൻ വല്ല കടുങ്ങുകയും ചെയ്യുമോ? അബിൻ കടുങ്കൈ ചെയ്യുമോ എന്ന് ചോദിച്ചാൽ അതിനുള്ള സാധ്യതകൾ കുറവാണ് എന്നാണ് അജിംസ് എൻ്റെ വിലയിരുത്തൽ. കാരണം അബിനെ സംബന്ധിച്ചിടത്തോളം അതൃപ്തി ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. പക്ഷെ നമുക്ക് കോൺഗ്രസിന്റെ ഒരു രാഷ്ട്രീയ രീതികൾ അറിയാം. അങ്ങനെ ഒരാൾ വീഴുമ്പോഴേക്കും അത് തുറന്നു പറഞ്ഞ് പുറത്തേക്ക് പോകുക അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കുക എന്നതിനപ്പുറം അതിനെ കൂടി രാഷ്ട്രീയ ആയുധമാക്കുന്ന പുതിയ കാല നേതാക്കളാണ് ആ പാർട്ടിയിലുള്ളത്. അതുകൊണ്ട് തന്നെ അതിനെയും എത്രത്തോളം ഉപയോഗപ്പെടുത്താം എന്നതായിരിക്കും അബിനും ചിന്തിക്കുക എന്ന് തന്നെയാണ് നമ്മൾ കരുതേണ്ടത്. അബിൻ വർക്കിയെ സംബന്ധിച്ചിടത്തോളം അത്തരം അതൃപ്തിയിലേക്ക് എത്തുന്നതിന് ചില കാരണങ്ങളുണ്ട്. അതിൽ ചിലത് സലാം മുഹമ്മദ് സൂചിപ്പിച്ചിരുന്നു. അതിൽ ഒന്നാമത്തേത്, സംഘടനാ തെരഞ്ഞെടുപ്പിൽ 1,70,000-ത്തിലധികം വോട്ടുകൾ നേടിക്കൊണ്ടാണ് അബിൻ വർക്കി സംസ്ഥാന ഉപാധ്യക്ഷനായി മാറുന്നത്. അതായത് പ്രസിഡന്റായി രാഹുൽ മാങ്കൂട്ടം മാറുന്നു, രണ്ടാമതെത്തിയ അബിൻ വർക്കി അടക്കമുള്ള ഉപാധ്യക്ഷന്മാരായി മാറുന്നു. അങ്ങനെ ഉപാധ്യക്ഷന്മാരായി മാറിയവരുടെ പട്ടികയിൽ 4ാമതുള്ള ആളായിരുന്നു ജെ ജനീഷ്. അങ്ങനെ 2ാമതുള്ള തന്നെ മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ ജെ ജനീഷിനെ ആ പട്ടികയിലേക്ക്, അതായത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായി അവരോധിച്ചിരിക്കുന്നത് എന്നതാണ് അബിന്റെ എതിർപ്പിന്റെ, ഐ ഗ്രൂപ്പിന്റെ എതിർപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെ സ്വാഭാവിക നീതി നിഷേധിച്ചു എന്ന് മാത്രമല്ല, നീതികേട് തങ്ങളോട് കാട്ടി എന്നാണ് ഐ ഗ്രൂപ്പ് എടുത്തിരിക്കുന്ന ഒരു നിലപാട്. ഇതിലേക്ക് നയിച്ചത് കെ.സി. വേണുഗോപാലിന്റെ കേരളത്തിലുള്ള ആ
അപ്രമാദിത്വമാണ്, അത്തരം ഒരു ഇടപെടലാണ് എന്ന് ഐ ഗ്രൂപ്പ് വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട്. ഇത് മറ്റു കാര്യങ്ങളിലുമൊക്കെ ഭാവിയിൽ ഉണ്ടാകും എന്ന് കരുതുന്നത് കൊണ്ട് തന്നെയാണ് ഐ ഗ്രൂപ്പ് തങ്ങളുടെ അതൃപ്തി ഇങ്ങനെ പ്രകടിപ്പിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത് എന്നുള്ളതാണ് വസ്തുത. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, യൂത്ത് കോൺഗ്രസിലെ സംഘടനാ തിരഞ്ഞെടുപ്പിന്റെ ഈ രീതി കൊണ്ടുവന്നത് രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശം എന്ന നിലയ്ക്കാണ് ഇങ്ങനെ ഒരു സംഘടനാ തിരഞ്ഞെടുപ്പ് കൊണ്ടുവന്നത്. മത്സരിക്കാനുള്ളവർക്ക് എല്ലാവർക്കും മത്സരിക്കാം. അതിൽ ആദ്യം എത്തുന്ന അവരുടെ പട്ടികയിൽ 3 പേരിൽ നിന്നും ഇന്റർവ്യൂ നടത്തി ഒരാളെ അധ്യക്ഷനാക്കുന്നു എന്ന രീതിയിലുള്ള ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ കൊണ്ടുവന്നത്. അങ്ങോട്ടാണ് രാഹുൽ മാങ്കൂട്ട രാജിവെക്കേണ്ടി വന്നതിന് ശേഷം ഒരു പുതിയ പ്രസിഡന്റിനെ നിയോഗിക്കുമ്പോൾ ഇതെല്ലാം അട്ടിമറിച്ചുകൊണ്ട് ജാതി സമവാക്യങ്ങളൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് ഒരു പുതിയ അധ്യക്ഷനെ നിയമിക്കുന്നത്. കോൺഗ്രസിൽ ഈ ജാതി സമവാക്യങ്ങൾ, സാമൂഹ്യ സമവാക്യങ്ങൾ പാലിക്കുന്നതൊന്നും പുതിയ കാര്യമല്ല. പക്ഷേ ഇങ്ങനെ ചെയ്തപ്പോൾ യൂത്ത് കോൺഗ്രസിലെ രാഹുൽ ഗാന്ധി കൊണ്ടുവന്ന രീതി തന്നെ അട്ടിമറിച്ചിരിക്കുന്നു എന്നുള്ള പരാതി കൂടി ഐ ഗ്രൂപ്പ് ഈ ഘട്ടത്തിൽ മുന്നോട്ട് വെക്കുന്നുണ്ട്. മറ്റൊരു കാര്യം, ഇപ്പോഴത്തെ നേതൃത്വത്തിലേക്ക് വന്ന OJ ജനീഷ് ആണെങ്കിലും അതുപോലെ തന്നെ വർക്കിംഗ് പ്രസിഡന്റായി കൊണ്ടുവന്ന വിനു ചുള്ളിലിനെയും പരിശോധിച്ചു കഴിഞ്ഞാൽ ഇവരൊക്കെ ഇപ്പോൾ KC വേണുഗോപാലിനോട് അടുത്ത് നിൽക്കുന്ന ആളുകളായി മാറിയിട്ടുണ്ട്. അങ്ങനെ KC വേണുഗോപാൽ പിടിമുറുക്കുന്നു എന്ന നിലയിലേക്ക് വരുന്നു. വിനു ചുള്ളിയിലാണെങ്കിൽ സംഘടനാ തെരഞ്ഞെടുപ്പിൽ പോലും മത്സരിച്ചിട്ടില്ല എന്നതുകൂടിയാണ് ഐ ഗ്രൂപ്പ് ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. അങ്ങനെ ഒരാളെ വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത് പിടിമുറുക്കുക സംഘടനയിൽ എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് KC പക്ഷത്തിന്റെ നീക്കം എന്ന നിലയിലാണ് ഐ ഗ്രൂപ്പ് അതിനെ വിലയിരുത്തുകൂടി ചെയ്യുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായി നമ്മൾ കാണേണ്ടത്, ഇത്തരത്തിൽ മുന്നോട്ട് പോകുമ്പോൾ അബിൻ വർക്കിക്ക് കൊടുത്തിരിക്കുന്നത് ദേശീയ സെക്രട്ടറി സ്ഥാനമാണ്. നേരത്തെ സംഘടനാ തെരഞ്ഞെടുപ്പിൽ രണ്ടാമതെത്തിയ സമയത്ത് നടന്ന ഇന്റർവ്യൂവിൽ യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം അബിൻ വർക്കിയോട് ദേശീയ തലത്തിൽ പ്രവർത്തിക്കാമോ, ദേശീയ സെക്രട്ടറി എന്ന നിലയ്ക്കെന്ന ചോദ്യം ഉന്നയിച്ചിരുന്നു. അന്ന് കേരള രാഷ്ട്രീയത്തിൽ തുടരാനാണ് തനിക്ക് താല്പര്യം എന്നും സംസ്ഥാന ഉപാധ്യക്ഷനായിക്കൊള്ളാം എന്നും ഏറ്റുകൊണ്ടാണ് അബിൻ വർക്കി ഇവിടെ തുടരുന്നത്. അതായത് 2 വർഷം മുമ്പ് അദ്ദേഹം തന്നെ നിരസിച്ച പദവി വീണ്ടും കെട്ടിയേൽപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് എന്നും അബിൻ വർക്കിയുടെ മനോവിഷമത്തിന് കാരണമാകുന്നുണ്ട് എന്നതാണ് വസ്തുത. ഇതോടൊപ്പം തന്നെ അബിൻ വർക്കിയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ഈ പദവിയിൽ ദേശീയ സെക്രട്ടറി വലുതാണോ ചെറുതാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ ഒരു സ്വഭാവത്തിൽ ആ ദേശീയ സെക്രട്ടറി പദവി ഏറ്റെടുത്ത് കേരളത്തിൽ നിന്നും മറ്റേതെങ്കിലും സംസ്ഥാനത്തിന്റെ ചുമതലയിലേക്ക് പോകുന്നതിനേക്കാൾ നല്ലത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അടക്കം ഒരു സീറ്റ് ലഭിക്കാനും മറ്റും അബിൻ വർക്കിയെ സംബന്ധിച്ചിടത്തോളം എൻ ശ്രീകുമാർ മാധ്യമപ്രവർത്തകൻ ടെലിഫോണിലുണ്ട്.